ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നല്ല രണ്ട് വെറൈറ്റി ഡിഷായിട്ടോ. ഒന്ന് മീൻ നല്ലോണം വറുത്തതും അതുപോലെ തന്നെ ഒരു മസാലക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടെങ്കിൽ നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിടെ അമർത്താൻ മറക്കരുതേ. അപ്പോൾ നമ്മളിവിടെ ഇടത്തന വലുപ്പമുള്ള 3 സൂര്യാണ് എടുത്തുക്കണത്. ഇത് 3 നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒന്ന് മുറിച്ചെടുക്കണം. നമുക്ക് പൊരിക്കാനും കറി വെക്കാനും വേണ്ടി മാറി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് തരമായിട്ട് മുറിച്ചെടുക്കണം. പൊരിക്കാലം ഇതുപോലെ തന്നെ വട്ടത്തിലും കറി വെക്കാലും തലയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതും. അപ്പോൾ ആദ്യം നമുക്ക് പൊരിക്കാലത് മസാല കൂട്ടി വെക്കാം. അപ്പോൾ ഇത് കറുത്ത സൂതി ആയതുകൊണ്ടാണ് ഇതിനുള്ളിൽ ഇതേപോലെ തന്നെ കറുത്ത കളറ് ഇങ്ങനത്തെ വെള്ള സൂതി ഉണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കാലിന് ആദ്യം നമുക്ക് പൊരിക്കാലൊരു പാത്രത്തിലേക്ക് എടുത്തുക്കണം മീൻ കഷ്ണങ്ങൾ. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് മുളകും പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരകം, 1/2 സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിൽ തൊലി ഒന്നും കളയേണ്ട. വെളുത്തുള്ളി ഇങ്ങനെ ഒരിച്ചെടുത്തതിന് ശേഷം നല്ലോണം കഴുകി ഒന്ന് കുത്തിയെടുത്തുകാണ്ട് ചതച്ചെടുത്തുകാണ്ട് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ആ മീനിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ മഴ ഉണ്ടാവും. ആ വെളുത്തുള്ളിയിലത്തെ വെള്ളത്തിൻ്റെ മഴം കൂടി നല്ലോണം കായം പുരട്ടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് 1 മുറി തക്കാളി, അതേപോലെ തന്നെ നമുക്ക് ഒരൊറ്റ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 5 സാധനങ്ങൾ വെള്ളം ചേർക്കാതെ മിക്സിനെ ജാറിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് നമുക്ക് കുറച്ച് മസാലയും കൂടി ഇതേപോലെ ഒന്ന് കലക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളകും പൊടി. അപ്പോൾ ഞാൻ കാശ്മീരി മുളകും പൊടിയാണ് എടുക്കൽ, അതുകൊണ്ടാണ് ഞാൻ 3 സ്പൂൺ എടുക്കുന്നത്. എരിവുള്ള മുളകും പൊടി ആണെങ്കിൽ അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. ഇനി 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടുകൊണ്ട് ആ മസാല, ആ ഉള്ളി പച്ചമുളകൊക്കെ ചതച്ചില്ലേ, ആ മിക്സിൻ്റെ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കുലുക്കിയതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് കലക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ നല്ലോണം ഇതിലേക്കൊന്ന് ചേർന്ന് കിട്ടും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ കലക്കി വെച്ചിരിക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി അതിലേക്ക് പാകത്തിന് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/4 ടീസ്പൂൺ കടുക്, അത് നല്ലോണം ഇട്ടതിന് ശേഷം നല്ലോണം പൊട്ടി വരണം. നല്ലോണം കടുക് ഉലുവി നല്ലോണം പൊട്ടി തീർന്നാലും ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടാൽ നമ്മളെ കറിക്കായാലും എന്തിനായാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നല്ലോണം കടുക് ഉലുവയ്ക്ക് പൊട്ടി തീർന്നിക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ആ പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണോ അതേപോലെ തന്നെ ഇതിൻ്റെ വെള്ളമയൊക്കെ പോകുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ തന്നെ നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കേണ്ടത്. ഇപ്പോൾ ഇതുപോലെ തന്നെ വെള്ളമയൊക്കെ പോയി നല്ലോണം സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിക്കണേ. നമുക്ക് അതിൽ കായം കുട്ടി വെച്ച് നമുക്ക് മസാല അല്ലേ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ എവിടെയെങ്കിലും ഒരു നുള്ളുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം മസാല എടുത്തതിന് ശേഷം അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ, ബാക്കിയുള്ള മസാല അടക്കട്ടെ കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം എല്ലാം എടുത്തിട്ട് മസാല എടുക്കുക. എന്നിട്ട് ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി തീ നല്ലോണം കുറച്ച് ശേഷം നല്ലോണം മസാല ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി സൈഡിൽ നിന്നൊക്കെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമില്ല നെല്ലിക്കൻ്റെ അത്ര വലുപ്പമില്ല ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുളി പോകുന്ന വരെ 2-4 വട്ടം വെള്ളത്തിൽ ഇങ്ങനെ കഴുകി ആ പുളി മാത്രമാക്കി എടുത്തത് ഒരു പാത്രം പുളിവെള്ളം ഉണ്ട്, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചേർത്ത് കൊത്തിയ ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. അടിയിലൊക്കെ ഈ ഇളകാതെ കിടക്കണ മുളകൊക്കെ നല്ലോണം പുളിവെള്ളത്തിൽ ചേരാനും വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് പുളിവെള്ളം ആ മുളകൊക്കെ നല്ലോണം ചേർത്ത് കൊടുക്കുക. നമുക്ക് തീ ഒന്ന് സ്പീഡ് കൂട്ടിയതിന് ശേഷം അത് തിളക്കാനും വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളിപ്പോൾ മീൻ കറിൻ്റെ ആ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വലുപ്പത്തിൽ മുറിച്ച തക്കാളി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം എന്താ വെച്ചാൽ നല്ലോണം വെന്ത് പോകില്ല. ഇന്ന് നമുക്ക് മീനിടാൻ സമയത്ത് കുറച്ചൊക്കെ വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ മീൻ കറിയൊക്കെ ചോറിന് കൂട്ടുമ്പോൾ ആ തക്കാളി മാത്രം എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഈ പാത്രത്തിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. നല്ലോണം കറി കുറുകി വരുന്ന സമയത്ത് നമ്മൾ കഴുകി മീൻ കറി മുറിച്ച് വെച്ചിട്ടില്ലേ മീൻ, അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൂതൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കറീൻ്റെ എത്ര മുന്നേ സൂത ഇട്ടാലും നമ്മൾ മീൻ വറ്റാൻ വേണ്ടി കുറേ സമയം പിടിച്ചാലും സൂത പിന്നെ ഇതേപോലെ അലിഞ്ഞു പോകില്ല. ചില മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. ഇതൊരിക്കലും ഉടഞ്ഞു പോകില്ല. ഇത് എത്ര സമയം നമ്മൾ കറി തിളപ്പിക്കണേ അതിനനുസരിച്ച് കട്ടി കൂടി വരും കേട്ടോ മീനിൻ്റെ കഷ്ണത്തിന്. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നമ്മൾ മീൻ കറി ഇതേപോലെ ഒന്ന് അയക്കണേ. അതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ 1/4 ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിനും ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി ചൂര മസാലക്കറി റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഒരു പറ ചോറ് തന്നെ അത്രയും ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടൊരു മീൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിലോ അപ്പോൾ അത് അതിലാറ് രസമില്ലേക്കാരം. അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചതും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം ചൂടായി വരും. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിനും ചേർത്ത് കൊടുക്കുക. ഇതുപോലെയാണ് ഞങ്ങൾ മീൻ പൊരിക്കൽ. ഇതുപോലെയാണ് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മീൻ പൊരിച്ച് നോക്കി, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തീ കുറച്ച് കാണ്ട് നമുക്ക് അതിലേക്ക് മീൻ ഇതേപോലെ നല്ലോണം നിരത്തി വെച്ച് കൊടുക്കുക. നിരത്തി വെച്ചതിന് ശേഷം തീ സ്പീഡ് കൂട്ടുക. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തീ സ്പീഡ് കൂട്ടി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ മീനൊന്ന് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ പൊരിച്ചത് ഇതേപോലെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചൂര മസാലക്കറിയും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മീൻ പൊരിച്ചത് റെഡി ആയിക്കണം കേട്ടോ. ഇനി ചോറിന് എന്ത് കൂട്ടാനുണ്ടെങ്കിലും കേട്ടോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് രണ്ടും അല്ല ഇത് ഓരോന്നാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറ് കഴിക്കാൻ. അപ്പോൾ ഒരു കഷ്ണം മീനും അതേപോലെ തന്നെ ഒരു കഷ്ണം പൊരിച്ച മീനും കൂട്ടി ആ മസാലയും കൂട്ടി കഴിക്കുമ്പോഴല്ലോ എന്താ രസം എന്ന് അറിയാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടേ.